നമുക്ക് സാമ്പത്തികം ഇല്ല എന്നറിഞ്ഞപ്പോഴാണ് കൊടുക്കാനുള്ള ആൾക്കാർ കടബാധ്യതക്കാരും നമ്മളെ ശല്യം ചെയ്യാൻ തുടങ്ങി. ഈ ഊണിൽ ഒരുപാട് എനിക്ക് കടബാധ്യത വന്നിട്ടുണ്ട്. ഇന്ന് സത്യം പറഞ്ഞ വീട് മാറേണ്ട ദിവസവും അത് നമ്മൾ ഈ പറഞ്ഞ കടബാധ്യതയുടെ ആൾക്കാർ വന്ന് ചോദിക്കണം വാടക വീട് അവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാനും മാറാമെന്ന് വിചാരിച്ചത്. പറഞ്ഞൂടാ, എന്നാലും എനിക്ക് ഒരു കിഡ്നി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുട്ടികളെ വളർത്താനായിട്ടൊക്കെ ഞാൻ അത് ഡൊണേറ്റ് കൊടുത്തതാണ്. കിടക്കാട ഇല്ല, അതാണ് നമുക്കിപ്പോൾ 9,000 രൂപ വാടക കൊടുക്കാനായിട്ടില്ല. സഹായിക്കാൻ എന്നെ എൻ്റെ അമ്മേനെ ഒന്ന് ആരെങ്കിലും ഒരു കിടക്കാടാണ് ഞങ്ങൾക്ക്. എൻ്റെ മക്കൾക്ക് പോലും ഇന്നുവരെ ഒരു കിടക്കാട ആയിട്ടില്ല. എൻ്റെ പേര് ശ്രീത എന്നാണ്. ഞാനും എൻ്റെ മകനും കൂടെ ആയിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ അത് തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് വെളിയിൽ ഊണ് കെട്ടി പൊതിച്ചോറായിട്ട് കൊടുക്കാനുള്ള പ്ലാനിലാണ് അന്ന് തുടങ്ങിയത്. അന്ന് നമുക്ക് 10, 100, 150 ഊണോളം പോയിക്കൊണ്ടിരുന്നതാണ് കൊറോണ സമയത്ത്. വല്ലതും സമ്പാദിക്കാം എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. ഇപ്പം മകൻ ഇവിടെ ഇല്ല, മകൻ ഇവിടെ ജോലിയായിരുന്നു, ഇപ്പം പുറത്തോട്ട് പോയതേ ഉള്ളൂ. അപ്പം നമുക്കിത് നിത്യവൃത്തിക്ക് അവരെ ആശ്രയിക്കാതെ മുമ്പോട്ട് പോവാ എന്നുള്ള രീതിയിൽ ഞാനും എൻ്റെ അമ്മയും കൂടെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇടയ്ക്ക് ഇത് ഇത്തിരി നിർത്തേണ്ടി വന്നു. അപ്പം നമ്മളെ കൊണ്ട് ഊണ് വെക്കുന്നിടത്ത് വേറെ ആൾക്കാർ കൊണ്ട് ഊണ് വെക്കുന്നുണ്ട്. അപ്പം ഒരുപാട് 60 രൂപയ്ക്കാണ് കൊടുക്കുകയാണെങ്കിലും അതിനകത്ത് എല്ലാം വെക്ക് വരപ്പോഴത്തേക്ക് നമുക്ക് താങ്ങുന്നതിന് അപ്പുറമാണ് ഇതിൻ്റെ ഫുഡിൻ്റെ വില അനുസരിച്ച്. ഫുഡ് എത്ര വില കുറച്ച് കൊടുത്താലും ആൾക്കാർക്ക് ഇഷ്ടമാണ്. പക്ഷേ സാധനങ്ങൾ വാങ്ങാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഊണ്, തട്ട് ദോശ അങ്ങനെ എല്ലാം കൂടെ രാത്രിയുള്ള ഭക്ഷണം, കപ്പ, മീൻകറി അങ്ങനെയൊക്കെ ഉൾപ്പെടെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ നിത്യ ഉള്ള ചെലവിനുള്ളത് ഇതിൽ കിട്ടുന്നുണ്ട്. ഊണിന്റെ കൂടെ എന്തൊക്കെയുണ്ട്? ഊണിന്റെ കൂടെ കപ്പ, മീൻകറി, മീൻ വറുത്തതുണ്ടാവും. അതിൻ്റെ കൂടെ അവിയൽ, തോരൻ, സാമ്പാർ, മോരുകറി ഇങ്ങനെയുള്ള ഐറ്റങ്ങളാണ് അതിനകത്ത് വെക്കുന്നത്. 160 രൂപ. അങ്ങനെ ഒരുപാട് മിച്ചമൊന്നും വരില്ല. ചില ദിവസം മഴയൊക്കെ ആണെങ്കിൽ 10 ഊണൊക്കെ ബാലൻസ് വരാറുണ്ട്. ചില ദിവസങ്ങൾ ബാലൻസ് വരാറുണ്ട്. അപ്പം അത് നമ്മൾ ഇത് ചെയ്തേ പറ്റും. അപ്പം നമുക്ക് അന്ന് നഷ്ടം ഉണ്ടാവും. ഒരുപാട് ലാഭമൊന്നും പറയാത്തില്ല. അങ്ങനെ ലാഭം എന്ന് പറയാക്കില്ല. നിത്യവൃത്തിക്ക് നമുക്ക് കഴിഞ്ഞു പോവാം, അത്രേ ഉള്ളൂ. ആരെ ആശ്രയിക്കാതെ പോവാം. ഇപ്പൊ നമ്മള് വാടകയ്ക്കാണ് താമസിക്കുന്നത്. അപ്പൊ ആ വാടക കൊടുക്കണം, കറണ്ട് ബില്ല്, ഇത് വെളുപ്പിനെയൊക്കെ 3 മണിക്ക് എണീക്കപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെതായ കറണ്ട് ബില്ലും അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ടാവും. നമുക്ക് ബാധ്യതയൊക്കെ ഉള്ള കിടക്കാടം പോലും ഇല്ല. ഇന്ന് എന്താണ് നമ്മളെ ഒരു വിധത്തിൽ കഴിഞ്ഞു പോവാം, അത്രേ ഉള്ളൂ. നമുക്ക് നിത്യവൃത്തിക്ക് കഴിഞ്ഞു പോവാൻ ഇത് ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു 2-3 മാസത്തോളം ഇത് നിർത്തി വെച്ചിരുന്നു. കാര്യം കച്ചവടങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഊണുകളായപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ഊണ് ബാലൻസ് വന്നു. അപ്പൊ കൈനഷ്ടങ്ങൾ വന്നപ്പോഴത്തേക്ക് കുറച്ച് നാൾ നെട്ടി വെച്ചപ്പോഴാണ് നമുക്ക് സാമ്പത്തികം ഇല്ല എന്നറിഞ്ഞപ്പോഴാണ് കൊടുക്കാനുള്ള ആൾക്കാർ കടബാധ്യതക്കാരും നമ്മളെ ശല്യം ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ അതിലിപ്പോ ഒരുപാട് വിഷമമുണ്ട്. കടബാധ്യതക്കാരൊക്കെ നമ്മളെ ശല്യം ചെയ്യാൻ തുടങ്ങി. അപ്പം അത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഒന്നാമത്തെ കാര്യം, ഞാനും ഒരു ഇതിൽ നമുക്ക് വേറെ വരുമാനങ്ങളില്ല. നിത്യം കഴിഞ്ഞു പോകാനുള്ള വരുമാനമേ ഉള്ളൂ. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം അത് നിർത്തി വെച്ചപ്പം ബുദ്ധിമുട്ടായ പിന്നെയും തുടങ്ങി. 67 വയസ്സായ അമ്മയാണ്. അപ്പം അവരെയും കൊണ്ട് ജീവിക്കണ്ടേ, അതുകൊണ്ട് വേറെ ആരും ഇല്ല. എനിക്ക് അച്ഛയില്ല, അമ്മയ്ക്ക് ഞാൻ ഒരു മോളേ ഉള്ളൂ. കിടക്കട പോലും ഇല്ല. അപ്പൊ കടബാധ്യത മോന്റെ കല്യാണത്തിനും ഒക്കെ മേടിച്ചതുണ്ട്. പിന്നെ ഈ ഊണിൽ ഒരുപാട് എനിക്ക് കടബാധ്യത വന്നിട്ടുണ്ട്. അത് ഈ ഊണ് വെച്ച ഒരുവിധമുള്ളവർക്കൊക്കെ ആ സമയത്തൊക്കെ അറിയാം. കാര്യം ഇപ്പൊ 1 കിലോ അരിക്ക് തന്നെ 58 രൂപയോളം ആവുന്നുണ്ട്. അപ്പൊ നമുക്കത് അത്രയും സാധനം ഊണ് കുറച്ച് പോകണമെങ്കിലും അതിനുള്ള സാധനങ്ങൾ ഉണ്ടാക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് അത് കടബാധ്യതകളുണ്ടായി. പിന്നെ ഈ മൈക്രോ ഫിനാൻസ് ലോണുകളുണ്ടായി. അങ്ങനെയൊക്കെ പിരിവെടുത്ത് അങ്ങോട്ട്
അന്നൊക്കെ നമ്മൾ അറിഞ്ഞില്ല ഊണ് വെക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ മോനൊക്കെ സഹായത്തിനുണ്ട്. ഇന്ന് സത്യം പറഞ്ഞ വീട് മാറേണ്ട ദിവസമാണ്. അത് നമ്മൾ ഈ പറഞ്ഞ കണക്ക് കടബാധ്യതകൾ ആൾക്കാർ വന്ന് ചോദിക്കണം വാടക വീട് അവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാനും മാറാം എന്ന് വിചാരിച്ചത്. ഇത്രയും നേരമായിട്ട് അത് മാറാനായിട്ടുള്ള ഒന്നും ആയിട്ടില്ല. സഹായിക്കാൻ ഒരുപാട് പുണ്യമാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞൂടാ, എന്നാലും എനിക്ക് ഒരു കിഡ്നി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുട്ടികളെ വളർത്താനായിട്ടൊക്കെ ഞാൻ അത് ഡൊണേറ്റ് കൊടുത്തതാണ്. അപ്പൊ അന്ന് ചെയ്തതാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് ഒരുപാട് വെയിറ്റ് അങ്ങനെ അത് ചെയ്തവർക്ക് അറിയാം. പക്ഷെ നമുക്കത് ഒരുപാട് ഇതിൽ പോവാനായിട്ട് പറ്റില്ല. പിന്നെ അമ്മയും കൊണ്ട് ജീവിക്കണ്ടേ. മോൻ കല്യാണം കഴിച്ച് അവരെ ഒരു ജീവിതമായി. അങ്ങനെയൊക്കെ ഇളയ കുട്ടിയാണെങ്കിൽ അവര് പോയെങ്കിലും അവർക്ക് സാമ്പത്തികമായിട്ട് ഒന്നും നേട്ടമില്ല. എൻ്റെ 2 മക്കളും മലേഷ്യയിലാണ്. പക്ഷെ അവർക്ക് നേട്ടങ്ങളില്ല. എന്തോ നമ്മളെ ദൈവം ഇങ്ങനെ ഇട്ടേക്കാണ്. കിടക്കാട ഇല്ല. അതാണ് നമുക്കിപ്പോ 9,000 വാടക കൊടുക്കാനായിട്ടില്ല. അത് ഇപ്പോഴല്ല, അത് കുറെ കാലമായി. കുട്ടികളെ ചെറുതിലേ കൊടുത്തതാണ്. നമുക്ക് ജീവിക്കാൻ നിവർത്തിയില്ലാത്തത് കൊണ്ട് കൊടുത്തതാണ്. അപ്പൊ അവരെ കുട്ടികളെ പഠിക്കാനും അത് ഇതിനൊക്കെ കൊടുത്തതാണ്. അപ്പൊ പക്ഷെ നമുക്ക് എന്തോ ഈ പറഞ്ഞ കണക്ക് ഒരുപാട് ബാധ്യതകളായിപ്പോയി. എങ്ങനെയൊക്കെ നമ്മള് പലിശ 10 രൂപ പലിശക്കൊക്കെ എടുത്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് അത്യാവശ്യം ഒരാള് 10,000 വേണമെന്ന് പറയുമ്പോ അവര് തരും. പക്ഷെ പിറ്റേന്ന് അത് കൊടുക്കുമ്പോ അത് 10,000-ന് 15,000 കൊടുക്കേണ്ടി വരും. അപ്പൊ അവിടെ നിന്നും വീടുന്നേറ്റൊക്കെ മറിച്ച് പിന്നെ ഈ ഊണ് നിർത്തിയപ്പോഴാണ് എന്റെ വീട്ടില് കിടക്കുന്നിടത്ത് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ കടക്കാരെ ബുദ്ധിമുട്ടിക്കുകയാണ്. അപ്പൊ അത് നമുക്ക് ആരുടെയും ഒളിച്ചു വിടാൻ പറ്റില്ല. കൊടുക്കണം എന്നുള്ള ചിന്തയിലാണ് നിൽക്കുന്നത്. സഹായിക്കാൻ എന്നെ എൻ്റെ അമ്മേനെ ഒന്ന് ആരെങ്കിലും ഒരു കിടക്കാടമാണ് ഞങ്ങൾക്ക്. എൻ്റെ മക്കൾക്ക് പോലും ഇന്നുവരെ ഒരു കിടക്കാട ആയിട്ടില്ല. ഒരു കിടക്കാടം വാങ്ങാൻ വേണ്ടിയാണ് അത് ഞാൻ ഇത് കൊടുത്തത്. പക്ഷെ അത് കിടക്കാടമൊക്കെ പോയി ലോണ് എനിക്ക് അതിനുള്ള വിദ്യാഭ്യാസമൊന്നുമില്ല. അന്ന് ലോണെന്ന് പറയുമ്പോൾ നമുക്ക് പേടിയാണ്. ബാങ്ക് ലോണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അടയ്ക്കാൻ കാര്യം എനിക്ക് കുറെ കാലം ജോലിക്കൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടായി. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മ കഷ്ടപ്പെട്ടു ഒക്കെ തന്നെയാണ് മക്കളെ വളർത്തിയെടുത്തത്. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പാട് ആണ്. സഹായം കിട്ടിയാൽ സ്വീകരിക്കും. നമ്മൾ ആരെങ്കിലും സഹായിക്കുന്നുള്ളൂ. എനിക്ക് വേറെ ഒന്നുമില്ല. ആരും പറ്റിക്കാൻ പറ്റില്ല. വയസ്സായ അമ്മയും ഞാനും എല്ലാം ഉള്ളു. അപ്പൊ അത് നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഒരു കിടക്കാടം ഇപ്പൊ പറഞ്ഞ കണക്ക് വീട്ടു സാധനങ്ങളൊക്കെ ഉണ്ടല്ലെങ്കിൽ ഞാനും അമ്മ ഏതെങ്കിലും കിടക്കാം. സത്യം പറഞ്ഞാൽ എല്ലാവരും ചോദിച്ചു വീട് മാറാൻ വേണ്ടി അഡ്വാൻസിന് കൊടുക്കാൻ പോലും നമുക്ക് ഇതില് വരുമാനം ഇല്ല. പിന്നെ നിത്യം ഇത് കഴിഞ്ഞു പോവാം. അതിൻ്റെ ഇടയിൽ ലോണുകൾ അതൊക്കെ മുടക്കമൊക്കെ ആയി ഇടയ്ക്ക്. അപ്പൊ അത്രയും വിഷമഘട്ടങ്ങളുണ്ട്. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്.